Hi everyone, എല്ലാ മക്കളും കാത്തിരുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, എലിജിബിലിറ്റി, ഹൗ ടു അപ്ലൈ കംപ്ലീറ്റ്ലി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷനും ലഭിക്കൂ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. So, Military Nursing Service 2025 notification ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. Okay, so applications are invited from female candidates who have qualified NEET UG 2025 conducted by the National Testing Agency for admission for 4 years BSc Nursing course commencing in the year 2025 at Colleges of Nursing under Armed Forces Medical Services AFMS. Okay. So candidates will be selected for the admission at colleges of nursing based on the final merit cum choice prepared by the NEET UG 2025 score computer based test of. Okay, so NEET UG examination already കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം computer based test of general intelligence, general English, psychological assessment and interview. Military nursing serviceന്റെ selection procedures ആണ്. So നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം. സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. നഴ്സിംഗ് പ്ലസ് ഡിഫൻസ്, അതാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. സോ നമുക്കറിയാം, നമുക്ക് നോർമലി ഒരു നഴ്സിംഗ് പഠിക്കണമെങ്കിൽ നമുക്കൊരു ഒരുപാട് ലക്ഷം രൂപ ചെലവുണ്ട്. പക്ഷേ നിങ്ങൾ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് BSc നഴ്സിംഗ് പഠിക്കുവാനും അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ റാങ്കിൽ ജോലി നേടാനും സാധിക്കും. ഓക്കെ, സോ ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു കരിയറാണ് നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിലൂടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത്തവണത്തെ 2025 സെലക്ഷൻ പ്രൊസീജിയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വാളിഫൈ NEET UG 2025 conducted by the NTA. Okay, so NEET exam already കഴിഞ്ഞു. Okay, next procedure. Register and apply at the website www.joinindianarmy.nic.in. So Indian Army official website ൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം. Okay. So appear for the screening process at Base Hospital Delhi Cantonment Board on the given date if shortlisted to attend the same. Okay, so military nursing service ന്റെ എക്സാം, സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നത് ഡൽഹി ബേസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഡൽഹി കന്റോൺമെന്റിലെ ബേസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ഇൻഫർമേഷൻ. സോ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എലിജിബിലിറ്റി കണ്ടീഷൻസ്, ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ആരൊക്കെയാണ് എലിജിബിൾ ആയിരിക്കുന്നത്? Female candidates who are unmarried, divorced, legally separated, widow without encumbrances. Okay, so female candidates മാത്രമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത കാര്യം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്? സോ 10+2 എക്സാമിനേഷൻ സയൻസ് കാറ്റഗറിയിൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി വിത്ത് ഇംഗ്ലീഷ്, നിങ്ങൾ 50% മാർക്കിൽ പാസ്സായ എല്ലാ മക്കൾക്കും മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സോ നമ്മൾ മിലിറ്ററി നഴ്സിംഗ് സർവീസിലൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോളേജുകളിലാണ് നമ്മൾ BSc നഴ്സിംഗ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ വേൾഡിൽ തന്നെ ഫേമസ് ആയ AFMC പൂനെ. ഓക്കെ, കോളേജ് ഓഫ് നഴ്സിംഗ്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ. Second one, College of Nursing, Commanding Hospital, Kolkata. Third one, College of Nursing, Indian Navy Hospital, Ashwini. Fourth one, College of Nursing, Army Hospital, New Delhi. Fifth one, College of Nursing, Commanding Hospital, Lucknow. And last one, College of Nursing, Commanding Hospital, Air Force, Bangalore. So, ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് BSc നഴ്സിംഗ് പഠനം നടത്താൻ സാധിക്കുന്നത്. ഇനി മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കാം. മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കരിയർ മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി ലഭിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ സൗജന്യ പഠനവും അതിന്റെ കൂടെ ഫ്രീ റേഷൻ, അക്കോമഡേഷൻ, യൂണിഫോം അലവൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു ചെറിയ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇത് ആരും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഈ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റി നോക്കാം. നമ്മൾ പറഞ്ഞു BSc നഴ്സിംഗ് പഠനത്തിന് ശേഷം 4 വർഷത്തെ BSc നഴ്സിംഗ് പഠനത്തിന് ശേഷം ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ റാങ്കിലാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ലഫ്റ്റനന്റ് റാങ്കിലാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലഫ്റ്റനന്റിന് ശേഷം ക്യാപ്റ്റൻ, മേജർ, ലഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ വരെ കിടക്കുന്ന വളരെ വലിയ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ ഇതൊരു ചെറിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കണ്ടിട്ടുണ്ടാവും, കേണൽ സോഫിയ ഖുറേഷിനെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ വളരെ ഉയർന്ന റാങ്കിലേക്ക് പോകാനുള്ള അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ ഞങ്ങളുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് കോച്ചിംഗ് പ്രോഗ്രാമുകളുടെ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ സേനയുടെ ഭാഗമായിരിക്കുന്നത്. സോ ഇത്തവണത്തെ ഞങ്ങളുടെ റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾ ഇന്ത്യ റാങ്ക് 26 അൻസ ആന്റണി, ഓൾ ഇന്ത്യ റാങ്ക് 47 അരുണിമ KK,
ഓൾ ഇന്ത്യ റാങ്ക് 53 CB വാർണ. സോ നിരവധി വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിലൂടെ സേനയുടെ ഭാഗമായിരിക്കുന്നത്. സോ ഇതിൽ പലരും ഇപ്പോൾ കമ്മീഷൻ ഓഫീസറായിട്ട് മാറിയിട്ടുണ്ട്, സേനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രെയിനിങ് പീരീഡിലുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഇത്തവണത്തെ 2025 എക്സ്പെക്ടഡ് നീറ്റ് സ്കോർ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലഭ്യമാണ്. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സ്പെക്ടഡ് നീറ്റ് സ്കോർ ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് കഴിയുക. സോ അതോടെ നിങ്ങൾക്ക് ഉള്ള സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. സോ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊസീജിയർ. സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്വാളിഫൈഡ് NEET UG 2025 may register through www.joinindianarmy.nic.in. ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ എങ്ങനെ അപ്ലൈ ചെയ്യാം, എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ദ പോർട്ടൽ വിൽ ബി ആക്സസിബിൾ ആഫ്റ്റർ ദി ഡിക്ലറേഷൻ ഓഫ് NEET UG 2025 റിസൾട്ട്സ്. സോ നീറ്റ് റിസൾട്ട്സിന് ശേഷമാണ് പോർട്ടൽ ഓപ്പൺ ആവുന്നത്. ആ സമയത്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കാവുന്നതാണ്. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, the candidates will be able to register online by providing name, mobile number, email ID and other details. The scanned copy of the required documents also needed to uploaded in the prescribed size and format. So എല്ലാ മക്കളും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കുക. NEET UG റിസൾട്ട്സിന് ശേഷം നിങ്ങൾക്ക് പോർട്ടൽ ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇത്തവണത്തെ വേക്കൻസീസ് ഒന്ന് നോക്കാം. 220 വേക്കൻസീസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. സോ ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷൻ ആണ്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സെലക്ഷൻ ലഭിക്കത്തുള്ളൂ. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ കോളേജ് ഓഫ് നഴ്സിംഗ് AFMC പൂനെയിൽ 40 വേക്കൻസീസ് ആണ് ഇത്തവണ ഉള്ളത്. അതുപോലെ തന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ കൊൽക്കത്തയിൽ 30 വേക്കൻസീസ്. കോളേജ് ഓഫ് നഴ്സിംഗ് ഇന്ത്യൻ നേവി ഹോസ്പിറ്റൽ അശ്വിനി മുംബൈയിലേക്ക് 40 വേക്കൻസീസ്. കോളേജ് ഓഫ് നഴ്സിംഗ് ആർമി ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലേക്ക് 30 വേക്കൻസീസ്. കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ ലക്നൌവിലേക്ക് 40 വേക്കൻസീസ്. അതുപോലെ കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡിംഗ് ഹോസ്പിറ്റൽ എയർഫോഴ്സ് ബാംഗ്ലൂരിലേക്ക് 40 വേക്കൻസീസ്. അങ്ങനെ ടോട്ടൽ 220 വേക്കൻസീസ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. നല്ലൊരു വേക്കൻസി തന്നെയാണ്. പക്ഷേ ഇത് ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷൻ ആണ്. സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സെലക്ഷൻ ലഭിക്കൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തേ മതിയാവും. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കണം. ഓക്കെ, സോ നമുക്ക് MNSന്റെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോവാം. 3 ഘട്ടങ്ങളിലായാണ് ഈ പരീക്ഷ നടക്കുന്നത്. ഫസ്റ്റ് ഘട്ടം നീറ്റ് എക്സാം ആണ്, അത് ഓൾറെഡി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് CBT എക്സാം, അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് CBT, ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് CBT എക്സാമിൽ 3 സബ്ജക്ട്സ് ആണ് ഉണ്ടായിരിക്കുന്നത്: ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ജനറൽ ഇന്റലിജൻസ്. സോ ഈ 3 സബ്ജക്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുപോലെ അതിനുശേഷമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ നടക്കുന്നത്. ഈ 2 പ്രൊസീജിയറും ഡൽഹി കണ്ടോൺമെന്റ് വെച്ചിട്ടാണ് നടക്കുന്നത്, ബേസ് ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ടായിരിക്കുക. സോ ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിലെ നിരവധി വിദ്യാർത്ഥികളാണ് മുൻവർഷങ്ങളിൽ MNS ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, അൻസ ആന്റണി ഓൾ ഇന്ത്യ റാങ്ക് 26, അരുണിമ KK ഓൾ ഇന്ത്യ റാങ്ക് 47, CB വർണ ഓൾ ഇന്ത്യ റാങ്ക് 53. സോ നിരവധി വിദ്യാർത്ഥികളാണ് സേനകളുടെ ഭാഗമായിരിക്കുന്നത്. സോ നിങ്ങളുടെ നീറ്റ് സ്കോർ, എക്സ്പെക്ടഡ് നീറ്റ് സ്കോർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്, മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ സൂപ്പർ 50 ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ ആദ്യം ജോയിൻ ചെയ്യുന്ന 50 കുട്ടികൾക്ക് മാത്രമാണ് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് എനി ടൈം വാച്ചബിൾ ക്ലാസ്സസ് ലഭിക്കും. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. ലേറ്റസ്റ്റ് പാറ്റേണിലെ മോക്ക് ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ലേറ്റസ്റ്റ് പാറ്റേണിലെ മോക്ക് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇതിന് നല്ല സ്കോർ നിങ്ങൾക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. സോ ഇന്റർവ്യൂ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ഗൈഡൻസ് മാത്രമല്ല ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ഓൺലി 50 സീറ്റ്സ്. ഓക്കെ, സോ ഇപ്പോൾ +2 പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഞങ്ങളുടെ 2026 കോച്ചിങ് പ്രോഗ്രാമിൽ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു സൂപ്പർ 50 ബാച്ച് തന്നെയാണ്. ആദ്യം ജോയിൻ ചെയ്യുന്ന 50 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഞങ്ങൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 9188909577 ഇതാണ് നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ. സോ ഈ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ നീറ്റ് സ്കോർ അയച്ചു തരിക. അതുപോലെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9188909577. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സ് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുകയാണ്. സോ മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി എനേബിൾ ചെയ്യുക. സോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതാണ്. സോ ജയ് ഹിന്ദ്.